നിങ്ങൾ ഓൾറെഡി ടൈറ്റിൽ കണ്ടു കാണുമായിരിക്കുമല്ലോ അല്ലേ? യെസ്, ഞങ്ങൾ ആക്ച്വലി ക്രൂസിന് പോവാം. വി ആർ ഓൾ എക്സൈറ്റഡ് ആൻഡ് ആക്ച്വലി ഇത് ഞങ്ങളുടെ ആദ്യത്തെ പ്രാവശ്യമാണ് ക്രൂസിന് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഐറ്റിനറി എന്ന് പറയുന്നത് 4 ദിവസത്തെ ക്രൂസാണ്. 3 nights ആണ് നമ്മൾ ആക്ച്വലി ക്രൂസിൽ സ്റ്റേ ചെയ്യുന്നത്. 4ാമത്തെ ദിവസം നമ്മൾ തിരിച്ചു വരും. അപ്പം ഇതിൻ്റെ ഇന്ന് ഡേറ്റ് എന്ന് പറയുന്നത് ഓഗസ്റ്റ് 8-ാം തീയതിയാണ്. അപ്പം ഇന്ന് ആക്ച്വലി ഞങ്ങൾ ഷിക്കാഗോ ടു ഒർലാൻഡോയിലോട്ട് ഫ്ലൈ ചെയ്യുക. പോർട്ട് കനാവറൽ നിന്നാണ് നമ്മുടെ ഈ ക്രൂസ് ഡിപ്പാർട്ട് ചെയ്യുന്നത്. അപ്പം മൺഡേ ഞങ്ങൾ രാവിലെ തിരിച്ചെത്തും. ഇതൊരു വെരി ഷോർട്ട് ക്രൂസാണ്. എനിവേ I'll include all the details as possible. അപ്പം stay tuned. ഫ്ലൈറ്റിൽ കയറി ഇനി ഞങ്ങൾ നേരെ ഒർലാൻഡോയിലോട്ട് പോവാണ്. സോ ഇന്ന് ഓഗസ്റ്റ് 8. സോ ഷിക്കാഗോയിൽ നിന്ന് നമ്മൾ നേരെ ഒർലാൻഡോയിലോട്ടാണ് ഇപ്പോൾ പോകുന്നത്. അപ്പം നമ്മുടെ ക്രൂസിൻ്റെ ഐറ്റിനറി എങ്ങനെയാണെന്ന് വെച്ചാൽ നാളെ ഓഗസ്റ്റ് 9th നമ്മൾ 3:30ക്കാണ് ഡിപ്പാർട്ട് ചെയ്യുന്നത് ഫ്രം പോർട്ട് കനാവറൽ ആൻഡ് ഇറ്റ്സ് ഇൻ ഫ്ലോറിഡ. സോ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ അങ്ങോട്ട് ഫ്ലൈ ചെയ്യുന്നത്. എന്നിട്ട് സാറ്റർഡേ നമ്മളൊരു ഹോൾ ഡേ നാസോ ബഹാമസിലായിരിക്കും. രാവിലെ 10 മണി തൊട്ട് ഐ തിങ്ക് വൈകുന്നേരം 7 മണി വരെ സമയമുണ്ട്. സോ വി കുഡ് സ്പെൻഡ് ആസ് മച്ച് ആസ് വി വാണ്ട്. ആൻഡ് എക്സ്കർഷൻസ് ഉണ്ട്, നമുക്കത് ബുക്ക് ചെയ്യാം. അത് ഞാൻ പിന്നെ ഡീറ്റെയിൽസ് പറഞ്ഞു തരാം. സോ പക്ഷേ നമ്മളൊന്നും ബുക്ക് ചെയ്തിട്ടില്ല. വി ജസ്റ്റ് കാൻ എക്സ്പ്ലോർ ലോക്കൽ ഫുഡ് റെസ്റ്റോറൻറ്റ്സ് ഇതൊക്കെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ആൻഡ് ദെൻ സൺഡേ ജസ്റ്റ് നമ്മൾ സീ ലൈക്ക് ക്രൂസിൽ തന്നെ ജസ്റ്റ് അതിൻ്റെ ഷിപ്പിലെ ഓപ്ഷൻസ് ഒക്കെ എക്സ്പ്ലോർ ചെയ്തു. ആൻഡ് മൺഡേ രാവിലെ 8 ആകുമ്പോൾ നമ്മൾ തിരിച്ച് വരും. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ ഫ്ലോറിഡയിലെത്തി. ഞങ്ങൾ ആക്ച്വലി ടയേർഡാണ്. ലാൻഡ് ചെയ്തു. വി ഹാഡ് ടു ഈറ്റ് സംതിങ് ബിക്കോസ് ഞങ്ങൾ വന്നപ്പം തന്നെ 9:30 ആൻഡ് ഞങ്ങൾ ഊബർ എടുത്ത് ഇതൊരു അറൗണ്ട് 30 minutes ഡ്രൈവ് ഉണ്ടായിരുന്നു. കാരണം ഞാനിപ്പോൾ എടുത്ത ഹോട്ടൽ എന്ന് പറയുന്നത് ഇവിടുന്ന് അറൗണ്ട് 25 minutes ആണ് പോർട്ട് കനാവറലിലോട്ട് വരുന്നത്. അപ്പം ഞാൻ ഏകദേശം പോർട്ടിൻ്റെ അടുത്തായിട്ടുള്ളൊരു ഹോട്ടലായിരുന്നു എടുത്തത്. സോ വി ആർ സ്റ്റേയിങ് ഹിയർ ടുനൈറ്റ്. ആൻഡ് നാളെ നമ്മൾ ഒരു 12 മണി 1 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ആക്ച്വലി നോട്ട് 1 മണി 12 മണി ആകുമ്പോഴത്തേക്കും നമ്മൾ ആക്ച്വലി ചെക്കൗട്ട് ചെയ്ത് ഇവിടെ നടക്കും. സോ ടോക്ക് ടു ഗൈസ് ടുമോറോ ആൻഡ് ഗുഡ് നൈറ്റ്. ഗുഡ് മോർണിംഗ്. സോ ഇന്നത്തെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ നിന്ന് ഊബർ എടുത്ത് ഇനി പോർട്ട് കനാവറലിലോട്ട് പോവുക. ഇതാണ് നമ്മുടെ പ്ലാൻ. ഞങ്ങൾ ആദ്യത്തെ പ്രാവശ്യമായിട്ട് ഞങ്ങളും ലൈക്ക് യുനോ വി ആർ ഓൾസോ ന്യൂ ടു ദിസ്. അപ്പോൾ അവിടെ ചെന്നിട്ട് ബാക്കി എങ്ങനെയാണെന്ന് നോക്കാം. അവിടെ പല ടെർമിനൽസ് ഉണ്ടെന്ന് എനിക്കറിയാം. ഓരോ ഷിപ്പിനും ഓരോ ടെർമിനൽസ് ഉണ്ട് അവിടെ. അപ്പം അവിടെ വരെ എത്തിപ്പെടാൻ എനിക്കറിയാം. ബാക്കി എങ്ങനെയാണെന്ന് വെച്ചാൽ ഐ ഹോപ്പ് ഇറ്റ്സ് ഗോയിങ് ടു ബി എൻ ഈസി പ്രോസസ്. ബട്ട് ലെറ്റ്സ് സീ. അപ്പോൾ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ വീഡിയോസൊക്കെ എടുത്ത് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. സോ ഇന്ന് ഡേറ്റ് ഓഗസ്റ്റ് 9-ാം തീയതി. ഇത് ഞാൻ എന്ന് അപ്ലോഡ് ചെയ്തെന്ന് എനിക്കറിയത്തില്ല. So, but I'll keep you guys in the loop. Bye. Excited ആണോ? റെഡി അല്ലേ? പോയേക്കാം. നമുക്ക് ചെറിയ എക്സൈറ്റ്മെന്റ് ഉണ്ട്. കാരണം 3 ദിവസം കടലിൽ കിടക്കാൻ പോവുകയാണ്. എനിവേ ഗുഡ് ലക്ക്, വി ഗോ. അപ്പം നമ്മളിപ്പോൾ ഇവിടെ ലൈൻ നിൽക്കുക. നിങ്ങളെ നോക്കിയാൽ കാണാം ഇവിടെ വലിയൊരു ലൈനാണ്. അപ്പം നമ്മൾ ബോർഡ് ചെയ്യാൻ എടുത്ത സമയം 1 മണി തൊട്ട് 1:30. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ടെർമിനലിൽ വരേണ്ട സമയം. അപ്പം ഞങ്ങളിങ്ങനെ ഇവിടെ ലൈനിൽ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പം ഇതാണ് ദിസ് ഇസ് ഹൗ ഇറ്റ് ലുക്സ്. ഓക്കെ, അപ്പം നമ്മുടെ സെക്യൂരിറ്റി എല്ലാം കഴിഞ്ഞു. ഇറ്റ് വാസ് വെരി ക്വിക്ക് ആക്ച്വലി. നമ്മൾ വിചാരിച്ച പോലെ അത്ര പാടൊന്നുമല്ലായിരുന്നു. അപ്പോൾ നമ്മൾ ചെന്ന പുറകെ നമ്മുടെ ഈ ബോർഡിംഗ് പാസ് നമ്മൾ പ്രിൻറ്റ് ചെയ്ത് വേണം. അതെല്ലാം അവർ ചെക്ക് ചെയ്തിട്ട് നമ്മൾ ബാഗ് എല്ലാം ഇങ്ങനെ നിരത്ത് താഴെ വെക്കും. അവർ ജസ്റ്റ് ഡോഗിനെ കൊണ്ട് സ്നിഫ് ചെയ്യിപ്പിക്കും, സെക്യൂരിറ്റി പർപ്പസസ്. അത് കഴിഞ്ഞ് നമ്മൾ സാധാ എയർപോർട്ടിലെ പോലെ നമ്മൾ ബാഗ് എല്ലാം സെക്യൂരിറ്റി ചെക്കിൽ കൂടെ കയറ്റിവിടും. ഇറ്റ് വാസ് വെരി സ്മൂത്ത്. അത് കഴിഞ്ഞ് നമ്മൾ ജസ്റ്റ് ഒരു ഗേറ്റിൽ കൂടെ നമ്മൾ ഈ ഷിപ്പിലോട്ട് നമ്മൾ കയറുന്നു. ഇതാണ് സംഭവം.
അപ്പോൾ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നതാണ് ഇതൊക്കെ ഒരു ഹോൾവേ എന്ന് പറഞ്ഞത്. ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ. പിന്നെ മേളത്തെ ഡെക്കൊക്കെ ഇനി ഞങ്ങൾ പോകാൻ കിടക്കുന്നേ ഉള്ളൂ. പക്ഷേ വിചാരിച്ച പോലെല്ലാം ഭയങ്കര ഭംഗിയാണ്. അപ്പം ഇതിപ്പം ഡെക്ക് 1, അങ്ങനെ പല ഡെക്കുണ്ട്. അപ്പം നമ്മുടെ ബഡ്ജറ്റ് അനുസരിച്ച് ഇപ്പോൾ ബാൽക്കണി എടുക്കാം, നമ്മുടെ ഇഷ്ടം, ഓരോരുത്തരുടെ പ്രിഫറൻസ് ആണ്. അപ്പോൾ ഈ റൂം കാണിച്ചേ. സോ ഈ സൈഡിലെ റൂം എന്നൊക്കെ പറഞ്ഞ് ഇവർക്ക് ഒന്നും വരുന്നില്ല, വിൻഡോസും അങ്ങനെ ഒന്നും വരുന്നില്ല, ജസ്റ്റ് ലൈക്ക് ഉള്ളിലുള്ള റൂമാണ്. ഇതാണ് നമ്മുടെ റൂം. നമ്മുടെ റൂം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് 1366. അപ്പോൾ നമ്മൾ വരുമ്പോൾ ഇവർ നമ്മുടെ കാർഡെല്ലാം ഇവിടെ വെക്കും. അപ്പോൾ നമ്മുടെ കാർഡ് എന്ന് പറയുന്നതാണ് നമ്മുടെ എല്ലാത്തിനുള്ള ആക്സസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്രൂസിൽ നമുക്ക് ക്രെഡിറ്റ് കാർഡോ അങ്ങനത്തെ ഒന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല. നമ്മൾ ഓൾറെഡി ആപ്പിൽ തന്നെ എല്ലാം റെഡിയാക്കി ഇടണം. നമുക്ക് ക്യാഷ് അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ക്യാഷ് ആക്ച്വലി പേ ചെയ്യാൻ തോന്നുന്നു, ആക്ച്വലി നോ ക്യാഷ് ഐ തിങ്ക്. അപ്പോൾ എനിവേ ഇതാണ് നമ്മുടെ റൂം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊരു വിൻഡോയുണ്ട്. ഓക്കെ, സോ ഞാൻ പറയാം ഇതൊക്കെയാണുള്ള റൂമുകൾ. സോ ഇൻസൈഡ് ഉണ്ട്, ഔട്ട്സൈഡ് ഉണ്ട്, ബാൽക്കണി ഉണ്ട്, സ്വീറ്റ് ഉണ്ട്. സോ ഇൻസൈഡ് എന്ന് പറയുന്നതാണ് ഞാനിപ്പോൾ പറഞ്ഞ പോലെ വിൻഡോസ് ഒന്നുമില്ല, ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് സാധാരണ റൂം. ഓഷൻ വ്യൂ, ഔട്ട്സൈഡ് അല്ല, ഓഷൻ വ്യൂ എന്ന് പറയുന്നതാണ് ഈ റൂം. ഓഷൻ വ്യൂ നമുക്ക് ജസ്റ്റ് ഒരു വിൻഡോ വരുന്നതാണ് ഓഷൻ വ്യൂ റൂം എന്ന് പറയുന്നത്. പിന്നെ ഉള്ളതാണ് ബാൽക്കണി, ആസ് യൂഷ്വൽ ബാൽക്കണി റൂമുകളുണ്ട്, പിന്നെ സ്വീറ്റ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ റൂം സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഞങ്ങൾ ലാസ്റ്റ് മിനിറ്റ് ആയതുകൊണ്ട് ഇതൊക്കെ ഉള്ളായിരുന്നുള്ളൂ. സോ ഞങ്ങൾ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പം പ്രിറ്റി മച്ച് ഇവിടെ ഒരാൾക്ക് കിടക്കാം, ഇവിടെ ഒരാൾക്ക് കിടക്കാം, ഇവിടെ ഒരാൾക്ക് കിടക്കാം. അത് അവർ പിന്നെ സെറ്റ് ചെയ്ത് തരും. അപ്പം ആവശ്യത്തിനുള്ള എല്ലാ സാധനങ്ങളെല്ലാം ഉണ്ട്. ഇറ്റ്സ് വെരി കൂൾ. അപ്പം ഞാൻ ബാക്കി പോയി എക്സ്പ്ലോർ ചെയ്തിട്ട് വരാം. അപ്പോൾ ഇവരിങ്ങനെ ലഗേജുകളൊക്കെ ഇങ്ങനെ അവരുടെ റൂമിൽ കൊണ്ട് എത്തിക്കും. അപ്പോൾ അവരവിടെ ലഗേജ് കയറ്റുന്നതാണ്. നമ്മൾ എലിവേറ്റർ എടുത്തില്ല, സ്റ്റേഴ്സ് എടുത്ത്. ഇതിങ്ങനെ ഒരു ഡൈനിങ് റൂം പോലെ. നമ്മൾ ജസ്റ്റ് ഇപ്പോൾ ഇവിടെ ഒന്ന് കഴിക്കാൻ വന്നേക്കുക. എല്ലാവരും മടുത്തു. അപ്പോൾ മമ്മി കഴിക്കുന്നു. അപ്പോൾ പല ടൈപ്പ് ഉണ്ട്, പല ഫുഡുണ്ട്, നമുക്ക് ഇഷ്ടമുള്ളത് കഴിക്കാം. എന്തായാലും വി ആർ സിറ്റിംഗ് ലൈക്ക് ഞങ്ങളൊരു വിൻഡോ ഈ സൈഡിലായിട്ട് ഇരിക്കുന്നത്. ഓക്കെ ഗൈസ്, നമ്മളിപ്പോൾ പൂളിൻ്റെ അങ്ങോട്ട് വന്നു. നമ്മൾ ഇതിൻ്റെ ഏറ്റവും മേളിൽ കയറി. ഇതാണ് ഇതിൻ്റെ ഏറ്റവും മേൽ. ആക്ച്വലി ഇരിക്കുന്ന ഇതിൻ്റെ അവിടെ ഇങ്ങനെ കയറാം, പക്ഷേ നമ്മൾ ഏറ്റവും മേളിലാണ്. ഇവിടെ ഇങ്ങനത്തെ സ്ലൈഡ്സ് ഒക്കെ ഉണ്ട്, എല്ലാവർക്കും കയറാം. ഏറ്റവും മേളിലത്തെ ഡെക്കലാണ് ഇപ്പോൾ. അപ്പോൾ ഇങ്ങനെ നമുക്ക് വെള്ളമൊക്കെ കാണാം, സൈഡിലെല്ലാം ഉണ്ട്. ഇറ്റ്സ് നൈസ്, ബ്യൂട്ടിഫുൾ. പപ്പ വേല എന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് ഓടിപ്പോയി. പപ്പാനെ കണ്ടുപിടിക്കണം. ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ ഇവിടെ പോയി കണ്ടുപിടിക്കണം. വേറൊരു ഭാഗം, അപ്പുറത്ത് വേറൊരു പൂളുണ്ട്. I think there's a jacuzzi, പിന്നെ കുഞ്ഞു പൂളുണ്ട്. ഓക്കെ, അങ്ങനെ ഷിപ്പ് വിടാൻ തുടങ്ങുകയാണ്. നമ്മളങ്ങനെ അപ്പർ ഡെക്കിൽ നിന്നുകൊണ്ട് എല്ലാം കാണുന്നു. നല്ല കാറ്റുണ്ട്, നല്ല രസമാണ് കാണാൻ. ക്യാപ്റ്റന്റെ അനൗൺസ്മെന്റ് നടക്കുന്നു. നോ എക്സൈറ്റ്മെന്റ്, വെരി ഹാപ്പി നൗ. അടിപൊളി ഫുഡ്. നമ്മളപ്പം ഓൾമോസ്റ്റ് ഇവിടെ നിന്ന് ഇറങ്ങാറായി. ഇവരിപ്പോൾ ഇവിടുന്ന് ഇപ്പം നമ്മൾ മിക്കവാറും പുറപ്പെടും എന്ന് തോന്നുന്നു, കണ്ടിട്ട് ഗ്യാപ്പ്. ഐ തിങ്ക് ഇറ്റ്സ് ഓൾമോസ്റ്റ് ടൈം. 3:30 ഇത് എടുക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും പോവാണ്. ഇവിടെ നല്ല തിരക്കുണ്ട്, ഇഷ്ടം പോലെ ആൾക്കാരും ഉണ്ട്. അപ്പം എക്സൈറ്റഡ്. അപ്പം പപ്പ ഒരു മാർഗരീറ്റ ഒക്കെ മേടിച്ച് നിൽക്കുവാണ്. സോ നമുക്ക് വേണമെങ്കിൽ നേരത്തെ അതിൻ്റെ ഒരു പാക്കേജ് പോലെ ഇങ്ങനെ എടുക്കാം, ഇല്ലെങ്കിൽ നമുക്ക് ഇപ്പം തന്നെ ഇവിടെ നിന്ന് മേടിക്കാം. ഇറ്റ്സ് ലൈക്ക് അറൗണ്ട് $12-14 അങ്ങനെയാണ്. നമുക്ക് നമ്മുടെ ഇഷ്ടം പോലെയാണ്. നമുക്ക് നേരത്തെ വേണമെങ്കിൽ എൻ്റെ പാക്കേജ് നേരത്തെ പ്രീ ബുക്ക് ചെയ്യാം. സോ ഇറ്റ്സ് ഓൾ ടു യു ഗൈസ്. എനിവേ ഇറ്റ്സ് ഫൺ. ഇതൊക്കെയാണ് ഇവിടെ ഇപ്പം നടക്കുന്നത്. വിദൂരതയിൽ നോക്കി നിൽക്കുന്ന ടോം ആൻഡ് മിനി. ഓഹ്, വാട്ട് എ കപ്പിൾ ആണ്. ഭയങ്കര നല്ല കാറ്റാ. എന്റെ തൊപ്പിയൊക്കെ പറന്നു പോയില്ലെന്നേ ഉള്ളൂ. ആക്ച്വലി നല്ല കാറ്റുണ്ട്. സോ ദിസ് ഇസ് ദി ഷിപ്പ് ഓഫ് റോയൽ കരീബിയൻ. ഇറ്റ്സ് കോൾഡ് യൂട്ടോപിയ ഓഫ് ദി സീസ് ആൻഡ് ഇറ്റ് ഈസ് ഹ്യൂജ്. ലൈക്ക് അതിന്റെ ആ സൈസ് തന്നെ കണ്ടറിയാം. നമ്മുടെ ക്രൂസിന്റെ നല്ല കാറ്റാ. ഞാൻ ഇവിടെ കൊണ്ട് നിർത്തുക, എന്റെ എല്ലാം പറന്നു പോകും. ഓക്കെ ഗൈസ്, അപ്പം
ഞാൻ അന്നേരം പറഞ്ഞ പോലെ ഇതാണ് നമ്മുടെ റൂം. 2 ട്വിൻ ബെഡ് ഉണ്ട്. വി ഹാവ് ദി ഓഷൻ വ്യൂ. ഓക്കെ, ദാറ്റ്സ് വാട്ട് യു കോൾ ദിസ് റൂം. അപ്പം എൻ്റെ അന്നേരം ഇവർ ഇത് സെറ്റ് ചെയ്ത് വെച്ചിട്ടില്ലായിരുന്നു. ഇപ്പം എൻ്റെ ഇവർ ആ സോഫ ബെഡ് പോലെ ആക്കി ഇവരെല്ലാം വിരിച്ചെല്ലാം റെഡി ആക്കിയിട്ടുണ്ട്. അപ്പം ഇങ്ങനത്തെ ഒരു റൂം എടുക്കുവാണെങ്കിൽ 3 പേർക്ക് സുഖമായിട്ട് ഇവിടെ കിടക്കാം. അപ്പം മേളിലായിരുന്നു ഞങ്ങൾ ഇത്ര നേരം. ഇപ്പം ഞങ്ങൾ തിരിച്ച് റൂമിലോട്ട് വന്നു. സോ ഞങ്ങൾ ഡെക്ക് 1 ആയതുകൊണ്ട് നമുക്ക് ആക്ച്വലി വെള്ളം നല്ല അടുത്ത് കാണാം. ആൻഡ് ഇറ്റ്സ് സൂപ്പർ കൂൾ. ലൈക്ക് എന്നാ പറഞ്ഞ നമുക്കിങ്ങനെ കണ്ടിരിക്കാൻ നല്ല രസമാണ്. സോ വി ആക്ച്വലി ദർ ഇസ് എ സ്പേസ് ഹിയർ. വേണമെങ്കിൽ എനിക്കിപ്പോൾ ഇവിടെ ചാടി കയറി ഒന്ന് ചുമ്മാ ഒന്ന് വെള്ളത്തിറകളൊക്കെ കണ്ടിങ്ങനെ ഇരിക്കാം. സോ ദിസ് ഇസ് നൈസ്. ഐ ആക്ച്വലി ലൈക്ക് ദിസ്. അപ്പാടെ അഭിപ്രായം എന്നാ സോഫാർ കണ്ടിട്ട് പറ? നല്ല രസമായിട്ട്. ഇപ്പം നമ്മൾ ഏറ്റവും ലോവറിനാണ്, ഡെക്ക് നമ്പർ 1-ലാണ്, കടലിൽ നിന്ന് തൊട്ട് മുകളിലിരിക്കുന്നത്. പക്ഷെ ഒരു ഇത് തിരക്കോ അല്ല കുലുക്കോ എന്നാ പറയുന്നത്, ചിലരൊക്കെ പറയുന്നല്ലോ സീ സിക്നസ് വരുന്ന ഛർദിക്കുന്നുണ്ടെന്ന്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല. നമ്മൾ ഏറ്റവും താഴെ ഇരുന്നിട്ടും ഒരു റോളിങ്ങും തോന്നുന്നില്ല കേട്ടോ. പക്ഷെ നല്ല എക്സ്പീരിയൻസ് ആണ്. താഴെ ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല. പപ്പ ഇപ്പൊ ഇതിന്റെ ഇടയ്ക്ക് കയറി ഇരിക്കുവല്ലേ? ഞാൻ വിൻഡോയിൽ ഇരിക്കുന്നു. പപ്പ ഇവിടെ കറക്റ്റ് ആണ്. സോ യാ, ദിസ് ഈസ് ഓൾസോ നൈസ് ഗൈസ്. അപ്പം ഇത് പറയുമ്പോൾ നമ്മൾ ഡെക്ക് 1 ആയതുകൊണ്ട് നമ്മൾ ഇച്ചിരി കൂടെ താന്ന് വരുന്നതാണ്. നമുക്ക് ഇച്ചിരി കൂടെ അടുത്ത് കാണാം കടല്. അങ്ങനെ സീ സിക്നസ്സോ അങ്ങനെ ഒന്നും സോഫാറൊന്നും ഞങ്ങൾക്കൊന്നും പ്രശ്നമൊന്നുമില്ല. ഇപ്പം ഒരു ഗ്ലാസ് ഇവിടെ വെച്ചാൽ അനങ്ങത്ത് പോലുമില്ല. മീൻസ് നോട്ട് ലൈക്ക് ഓരോരുത്തർ പറയുന്നത് ഭയങ്കര അരക്കായിരിക്കും, അങ്ങനെയൊന്നുമില്ല. കടലിലോട്ട് നമ്മൾ 1 മണിക്കൂറോളം ട്രാവൽ ചെയ്തു കേട്ടോ. നമ്മുടെ ഫോണിന്റെ സർവീസ് ഒക്കെ പോയി, എന്റെ ഒക്കെ പോയി വരുമായിരിക്കും. എനിക്കിതിന്റെ അറിയത്തില്ലായിരുന്നു. ഇങ്ങനെ ഓരോരുത്തർ വന്ന് ചിലർക്ക് സീ സിക്നസ് ആയിരുന്നു, അപ്പം അങ്ങനെ ഇപ്പൊ അത്രമാത്രം തിരക്ക് വരാൻ അനങ്ങാനും സോ ദിസ് ഇസ് നൈസ്. Hey guys, this is deck 5. So ഇതിന്റെ അകം ഇങ്ങനെയാണ്. And it's nice. താഴെ ഒരു മ്യൂസിക് ഇത് നടക്കുന്നുണ്ട്, ലൈവ് മ്യൂസിക് നടക്കുന്നുണ്ട്. So we just had a raffle going on and ഞങ്ങൾക്ക് ആക്ച്വലി ഒന്നും അടിച്ചില്ല. കുറച്ച് ഫ്രീ ഗിഫ്റ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങ് ദൂരെ ആക്ച്വലി റോയൽ കരീബിയന്റെ ക്രൂസ് ആണ് വരുന്നത്. ആ ദൂരെ നിങ്ങൾ കാണുന്നത്. ആൻഡ് അതിന്റെ പുറകിൽ വേറൊരെണ്ണം വരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. I'm not sure if it's all going to Bahamas. അപ്പൊ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ഒരു ഡെക്കയിൽ ഇങ്ങനെ ചുമ്മാ വന്നിങ്ങനെ നിൽക്കുക. നല്ല രസമുണ്ട്. ചുമ്മാ ചില്ലൊക്കെ ചെയ്യാൻ നല്ല രസമാണ്. ഇതിന്റെ അകത്ത് ഒത്തിരി കടകളും അത് ഇതൊക്കെ ഉണ്ട്. ഞങ്ങളിപ്പം ഈ ഡോറിൽ കൂടി ഇറങ്ങി വന്നേ. ഓക്കെ, അപ്പം ഞങ്ങള് ഡിന്നറൊക്കെ കഴിച്ചു. അപ്പം ഡിന്നറിന് സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ഈ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഐ തിങ്ക് ബോർഡിങ്ങിന് മുമ്പ് ഞാൻ ആക്ച്വലി ഓർക്കുന്നില്ല, എപ്പോഴും നമുക്കൊരു ഓപ്ഷൻ ഉണ്ട് ഡിന്നറിന് വേണ്ടി നമുക്ക് ചൂസ് ചെയ്യാം. അപ്പം ചിലവർ നേരത്തെ ഡിന്നർ കഴിക്കുന്നവരാണെങ്കിൽ ഐ തിങ്ക് യു ക്യാൻ ചൂസ് ലൈക്ക് 5 PM. ഇറ്റ്സ് യുവർ പ്രിഫറൻസ്. അപ്പം ഞങ്ങൾ ആക്ച്വലി ഞാൻ ചൂസ് ചെയ്ത സമയം 5:30 to 9:30 അങ്ങനെയാണ് ഞങ്ങൾ ചൂസ് ചെയ്ത സമയം. 5:30 to 9 or 5:30 to 9:30. അപ്പം ഞങ്ങളിപ്പോൾ അവിടെ ചെന്നു, കഴിച്ചു. ഫുഡൊക്കെ പറയാതിരിക്കാൻ മേലെ നല്ല ഫുഡാണ് കേട്ടോ. ലൈക്ക് മേളിൽ പോവാണെങ്കിൽ ബൊഫേ ഉണ്ട്, നമുക്ക് ഇഷ്ടമുള്ളത് എന്ത് വേണേലും എടുക്കാം. And then there's this main dining. So it's all included. Like നമ്മൾ ഈ ടിക്കറ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ അതിനകത്തെല്ലാം ഇൻക്ലൂഡഡ് ആണ്. എക്സ്ട്രാ വരുന്ന വെച്ചാൽ നമുക്കിപ്പം ആൽക്കഹോൾ വേണമെങ്കിൽ എക്സ്ട്രാ ആണ്. പക്ഷെ അതിനും പാക്കേജസ് ഉണ്ട്. ഇഫ് യു വാണ്ട് യു ക്യാൻ ബൈ ദ പാക്കേജസ് അഹെഡ് ഓർ വിത്ത് യുവർ ഓൺ ബോർഡ്. These are your options. പിന്നെ ഓൺട്രേ നമുക്ക് 2 ഓൺട്രേ പറയാം. മൂന്നാമത്തെ ഓൺട്രേ പറയുകയാണെങ്കിൽ ലൈക്ക് $5 ഫീ, തിങ്സ് ലൈക്ക് ദാറ്റ്. അപ്പം ഇത് സംഭവം വെച്ചാൽ എല്ലാം കൂടെ ഒരുമിച്ച് അപ്പം തന്നെ നിങ്ങൾ ചാർജസ് കാണത്തില്ല. നമ്മൾ ഈ ക്രൂസ് എൻഡ് ആയി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ റൂമിൻ്റെ കീഴിലാണ് ഇതെല്ലാം ചാർജ് ആകുന്നത്. സോ ഇത് സംഭവം എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഈ ചെക്ക് ഇൻ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ക്രെഡിറ്റ് കാർഡിൻ്റെ ഇൻഫർമേഷൻ കൂടെ നമ്മൾ അതിനകത്തോട്ട് കൊടുക്കുക. ഓക്കെ, സോ യു ഹാവ് ഓപ്ഷൻസ്. നിങ്ങളുടെ കൂടെ എത്ര പേരാണോ ട്രാവൽ ചെയ്യുന്നത് ഇവർക്ക് എല്ലാവർക്കും ഈ സെയിം കാർഡ് തന്നെയാണോ, അത് ഓരോരുത്തർക്ക് ഓരോ കാർഡാണോ, ഇതെല്ലാം നമുക്ക് ആ ചെക്ക് ഇൻ ചെയ്യുമ്പോൾ നമുക്ക് അതിലെല്ലാം കൊടുക്കാം. അപ്പം ഞാൻ എൻ്റെ ക്രെഡിറ്റ് കാർഡ് കൊടുത്തു. ഞങ്ങൾ 3 പേരും ആ ഒരു ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞാൽ അതിൽ കൊടുത്തു. അപ്പം ഇവർ ചാർജ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ റൂം നമ്പർ പറയാം. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. നമ്മുടെ റൂം നമ്പർ പറയുന്ന ഇവർ എഴുതുന്നു ലൈക്ക് റൈറ്റ്, യു കമ്മിങ് ബാക്ക് ടു യുവർ റൂം. സോ എൻഡ് ഓഫ് ദി ഡേ ഇത് എല്ലാം കൂടെ ആഡപ്പ് ആയിട്ട് നമ്മളെ ചാർജ് ചെയ്യും. ഇഷ്ടംപോലെ ഇവൻറ്റ്സ് നടക്കുന്നുണ്ട്. ബിങ്കോ, ഗെയിംസ് ലൈക്ക് റാഫോ ഞങ്ങൾ ആക്ച്വലി പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ഞങ്ങൾക്കൊന്നും കിട്ടില്ല. അതെല്ലാം ഇഷ്ടംപോലെ സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ഇത് താല്പര്യമുള്ളവർക്ക് പോവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ റൂമിൽ ഇരിക്കാൻ പറ്റുമെങ്കിൽ മേളിൽ പിടിച്ചുമ്പോൾ ഡെക്കി പോയിരിക്കും. ഇഷ്ടംപോലെ സംഭവങ്ങൾ നടക്കുന്നുണ്ട്. സോ അഗെയിൻ ഇറ്റ്സ് യു മേക്ക് യുവർ ഓൺ ഡിസിഷൻസ്. സോ ഞങ്ങൾ ആക്ച്വലി ചുമ്മാ മേളിൽ പോയിരിക്കാൻ പോവാം, കാറ്റൊക്കെ ഉണ്ടെങ്കിൽ ഇരിക്കാൻ പോകാൻ. ആക്ച്വലി അവർ മൂവി ഇട്ടിട്ടുണ്ട്. യു മൈറ്റ് ഗോ ദേർ വാച്ച് മൂവി ഓർ
And there's actually an opening show in the theater, so we might also watch that. So I'll keep you guys updated. Bye. എനിക്ക് ഇഷ്ടപ്പെട്ടല്ല ഏറ്റവും ഒന്നാണ് ഈ ഐസ്ക്രീം വെൻഡിങ് മെഷീൻ, നോട്ട് വെൻഡിങ് മെഷീൻ ബട്ട് ലൈക്ക് ദി ഐസ്ക്രീം മെഷീൻ. രാത്രിയായിപ്പം ലൈറ്റ്സ് ആർ ഓൺ. അതാണ് അവിടെ നമ്മുടെ പൂളുണ്ടായിരുന്നു. ഇപ്പൊ അവര് ഇവിടെ ഒരു മൂവി പ്ലേ ചെയ്തുകൊണ്ടിരിക്കുക. ഇതിലെ ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ എന്നാന്ന് വെച്ചാൽ, ഓക്കെ ദാറ്റ്സ് പപ്പ ആൻഡ് മമ്മി. ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ എന്നാന്ന് വെച്ചാൽ, സോ ദാറ്റ്സ് റോയൽ കരീബിയൻ. സോ ഈ ഷിപ്പായിരുന്നു നമ്മൾ അന്നേരം പോരാന്നത്ത് ഞാൻ കാണിച്ചത്. ഹ്യൂജ് വൺ. അപ്പൊ എനിക്ക് തന്നെ ഞങ്ങൾ ഇറങ്ങിയ സമയത്ത് തന്നെ ഇവരും അവിടുന്ന് ഡിപ്പാർട്ട് ചെയ്തേ. അപ്പം അതിൽ ഏറ്റവും കോമഡി എൻ്റെ പുറകെ വേറെ ഒരെണ്ണം കൂടിയുണ്ട്. സോ മോസ്റ്റ് ലൈക്ലി വി ആർ ഓൾ ഹെഡിങ് ടു ബഹാമസ്. അപ്പൊ നാളെ രാവിലെ നമ്മൾ ഏൽക്കുമ്പോഴത്തേക്കും ഇറ്റ്സ് ഗോയിങ് ടു ബി, we are actually going to be in Bahamas.